നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സിനിമയിലെ വില്ലനെ കണ്ടുപിടിക്കുമെന്നാണ് ഈ സിനിമ എടുത്ത ഡയറക്ടർ പറയുന്നത്. ഈ സിനിമ ഒരു തട്ടിക്കൂട്ട് സിനിമ ആയതുകൊണ്ടല്ല, ഈ സിനിമ എടുത്തതുകൊണ്ട് തന്നെ പല അവാർഡുകളും വാരിക്കൂട്ടിയ ഒരു ഡയറക്ടറാണ് ഈ ഒരു കാര്യം പറയുന്നത്. ആയതിനാൽ ഇതിലെ വില്ലനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മളാണ് ഇന്ന് ഡിക്റ്റേറ്റീവ്. ഇതിലെ തെളിവുകളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് അവസാനം ആരാണ് വില്ലനെന്ന് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ചിലപ്പോൾ വില്ലനെ കണ്ടെത്തുന്ന കാര്യത്തിൽ നമുക്ക് നല്ല സംശയമായിരിക്കാം. അതിന്റെ കാരണം സിനിമ കഴിയാൻ നേരത്ത് നമുക്ക് മനസ്സിലാകും. പിന്നെ സിനിമയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ സിനിമയുടെ ഒരു 1 ലൈൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ തന്നെ പത്രം വായിക്കാനായിട്ട് കൊലായിലേക്ക് വരുമ്പോൾ പത്രം വായിക്കാത്തവർ കുഴപ്പമില്ല, കൊലായിലേക്ക് വന്നാൽ മതി. അന്നേരം മുന്നിൽ തന്നെ കിടക്കുന്ന ഒരു ടാപ്പ് റെക്കോർഡർ, അതെന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ടി വിയിലിട്ട് നോക്കിയപ്പോൾ അതിൽ കാണുന്നത് നിങ്ങളുടെ വീട് തന്നെയാണ്. ഈ ഒരു ടാപ്പ് റെക്കോർഡർ ആരാണ് നിങ്ങൾക്ക് അയച്ചതെന്ന് നിങ്ങൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ കൂട്ടുകാരെങ്കിലും പറ്റിക്കാനായിട്ട് ചെയ്തതാണോ അത് മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നതും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതും എല്ലാം ആ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചുറ്റുമുള്ളവരോടും ചോദിച്ചു നോക്കി ആരെങ്കിലും ഇതുവഴി ചുറ്റുപറ്റി നടക്കുന്നത് കണ്ടിരുന്നോന്ന്. എന്നാൽ അവരൊന്നും കണ്ടിട്ടില്ല. ആരായിരിക്കാം ഈ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിരുന്നത്? ഇങ്ങനെ ഒരു സംശയമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയിലെ നായകന് സംഭവിക്കുന്നത്. അവസാനം ഇതാരാണ് ചെയ്യുന്നത്, ഈ പരിപാടി ആരാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2005 റിലീസ് ചെയ്ത കാഷെ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഹീറോയുടെ വീടാണ് കാണിക്കുന്നത്. ആ പച്ചപ്പുല്ലുകളെല്ലാം പറ്റിക്കിടക്കുന്ന ഒരു സ്ഥലം കണ്ടില്ലേ, അതിൻ്റെ പിന്നിലുണ്ട് ഹീറോയുടെ വീട്. 2 മിനിറ്റോളം ഹീറോയുടെ വീട് തന്നെയാണ് കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഹീറോ സംസാരിക്കുന്നത് കേൾക്കാം. എന്നാലും ഇതിപ്പോൾ ആരായിരിക്കും ചെയ്തിരിക്കുന്നത്? കെട്ടിയോള് പറയും ആരാ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല, എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ ഹീറോ പുറത്തു വന്ന് നോക്കും. എന്നാൽ പുറത്തു നിന്നും ഹീറോക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഹീറോ എന്താണ് തരുന്നതെന്ന് നമുക്കറിയാം, എന്നാലും അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. അങ്ങനെ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറുമ്പോൾ പിന്നെയും ഹീറോയുടെ വീടാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ആ വീഡിയോ റിവൈൻഡ് ചെയ്തു പോകും. അപ്പോഴാണ് മനസ്സിലാവുക ഇതൊരു വീഡിയോ ആണ്. ഹീറോ രാവിലെ തന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആരോ ഈ ഒരു വീഡിയോ ടേപ്പ് ഹീറോയുടെ വീടിന്റെ മുന്നിൽ ഇട്ടേച്ച് പോയി. എടുത്ത് ടി വിയിലിട്ട് നോക്കിയപ്പോൾ സ്വന്തം വീട് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഈ പരിപാടി ആരാണ് ഒപ്പിച്ചു വെച്ചതെന്ന് ഹീറോക്ക് അറിയില്ല. 2 പേർക്കും കൂടെ ഒരു മകൻ കൂടെയുണ്ട്. ഇനി അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കോ മാതിരി ഒരു പണി എടുത്തു വെച്ചതെന്ന് അവർ ചിന്തിക്കും. പക്ഷെ അതിനും സാധ്യതയില്ല. ഭാര്യ കൂടുതൽ കാര്യങ്ങളൊന്നും മെയിൻ ചെയ്യാതെ അടുക്കളയിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ ഹീറോ ചെന്ന് ചോദിക്കും ആ കവർ എടുത്തു. കെട്ടിയോള് പറയും എനിക്കറിഞ്ഞൂടാ, എന്നോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്കറിയോ, നിങ്ങൾ വേണം അകത്ത് പോയി നോക്ക്. ഹീറോ അകത്ത് ചെന്ന് നോക്കുമ്പോൾ ആ വീഡിയോ ടേപ്പ് വന്നതിന്റെ കവർ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ കൈയിട്ട് നോക്കിയിട്ടും വേറെ ഒന്നും കാണാനില്ല. അന്നേരം കെട്ടിയോള് വന്ന് പറയും ഞാൻ അപ്പോഴേ പറഞ്ഞല്ല അതിലൊന്നുമില്ലാന്ന്, എന്താ എന്നെ വിശ്വാസമല്ലേ? കൈയിട്ട് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്തൂന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കും. അപ്പോഴേക്ക് അവരുടെ മകനെത്തി. അവൻ നീന്തൽ പഠിക്കാനായിട്ട് പോകുന്ന ചെക്കനാണ്. ഇപ്പോൾ എക്സാം എടുത്തതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി നിന്നാണ് അവൻ പഠിക്കാറ്. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അവൻ നീന്തൽ പഠിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അവൻ നീന്തുന്നത് തന്നെ ഒരു 2-3 മിനിറ്റോളം കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം മാത്രമാണ് മറ്റ് സിനിമകളിൽ നിന്നും എനിക്ക് ഈ സിനിമയിൽ തോന്നിയൊരു വ്യത്യാസം. ആകെ കുറച്ച് സമയം കൊണ്ട് കാണിക്കേണ്ട ഷോട്ടുകളെല്ലാം ഇതിൽ കുറേ സമയം കാണിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സീനാണെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിയുന്നത് വരെ ആ ക്യാമറ അവിടെ തന്നെ ഉണ്ടാകും. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ ഒരു അവതാരകനാണ്. പുസ്തകങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത്. പല ആളുകളും ഇരുന്ന് വലിയ വലിയ ആളുകൾ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് അവരവിടെ നിന്ന് ചർച്ച ചെയ്യും. ഇതെല്ലാം നിരൂപണം ചെയ്യുന്ന പരിപാടിയാണ് ഹീറോക്ക്. അങ്ങനെ അന്നത്തെ ഷോട്ട് കഴിയുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണം, ഒരു കാര്യം ഉണ്ടെന്ന് പറയും. വീട്ടിലെത്തുമ്പോഴാണ് മനസ്സിലാവുക പുതിയൊരു വീഡിയോ ടൈപ്പ് കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഹീറോ തലേന്ന് രാത്രി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ആ വീഡിയോ ടൈപ്പിന്റെ കൂടെ തന്നെ ഒരു ചിത്രം കൂടെ വന്നിട്ടുണ്ട്. ഒരു പയ്യന്റെ വായിൽ നിന്നും ചോരയാണോ തീയാണോ പോകുന്നതെന്ന് അറിയില്ല, എന്തോ ഒരു സാധനം ചുവന്ന കളറിൽ പോകുന്നുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാകും ചെറിയ ഏതോ ഒരു പയ്യൻ വരച്ച ചിത്രമാണ്. ഇനിയിപ്പോൾ ഇത് പയ്യന്മാരാരെങ്കിലും തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണോ? ഹീറോക്ക് ഒരു സംശയം തോന്നും. ഇതെല്ലാം കണ്ട് പേടിക്കുന്ന ഭാര്യ നമുക്ക് പോലീസിൽ അറിയിച്ചാലോ എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നത് നമ്മൾ പോലീസിൽ അറിയിച്ചിട്ട് വേണം, ഇതാരെങ്കിലും നമ്മളെ പറ്റിക്കാൻ ചെയ്ത പരിപാടിയാണെങ്കിൽ അതിന്റെ സമാധാനം കൂടെ പറയാൻ. എന്തായാലും ആ വന്ന വീഡിയോ കൂടെ അവരെ ഒഴിച്ചു വിടും. ഒഴിച്ചു വിട്ടിട്ടില്ല, അവരുടെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. പിറ്റേന്ന് ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. ഭാര്യ പുസ്തകങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുന്ന ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴാണ് അവളുടെ മുഖം നല്ലപോലെ നമ്മളൊന്ന് കാണുന്നത് തന്നെ. അന്നേരമാണ് അവൾക്കൊരു കോള് വരുന്നത്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ എൻ്റെ സംശയം ഇവള് യൗവനമാണോ ഇനിയിപ്പോൾ മധ്യവയസ്കയാണോ, ഇത് രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്നൊന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോണിൽ വിളിച്ചയാൾ പറയുന്നത് എനിക്ക് ജോർജിന്റെ ഭാര്യയെ കാണണമെന്നാണ്. ജോർജിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഹീറോയുടെ ഭാര്യ. അതായത് അയാൾക്ക് അവളോട് തന്നെ സംസാരിക്കണം എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന അവൾ ചെറുതായിട്ടൊന്ന് പേടിക്കും. എന്നാൽ കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് നമ്പർ മാറിപ്പോയെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്ത് കളയും. എന്നാൽ ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ അപ്പം തന്നെ ഹീറോയെ ഓഫീസിലേക്ക് വിളിച്ചു പറയും. എന്നാൽ ഹീറോയുടെ മുന്നിൽ കിടക്കുന്ന ടേബിളിൽ ഒരു കത്തിരിക്കുന്നുണ്ട്. എന്നാൽ ആ കത്തിലിരിക്കുന്ന ചിത്രം ഹീറോ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. തലേന്ന് വീഡിയോ ടൈപ്പ് വന്നപ്പോൾ അതിന്റെ കൂടെയും ഇതുപോലെ തന്നെ ഒരു ചിത്രമാണ് വന്നിരുന്നത്. അപ്പോഴേക്ക് ഹീറോ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവളെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറയും. എന്നാൽ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പോലീസുകാർ പറയുന്നത് അവരെന്തെങ്കിലും
കാര്യങ്ങൾ ചെയ്താലേ ഞങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റൂ, അല്ലാതെ ഇതിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. അതിന്റെ ദേഷ്യത്തിൽ അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്നാണ് ഒരു സൈക്കിൾ അവരുടെ മുന്നിൽ കൂടെ ചീറി പാഞ്ഞു പോകുന്നത്. ഹീറോ പേടിച്ച് എന്താടോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവിടെ സൈക്കിൾ സ്കിഡ് ചെയ്ത് നിർത്തും. ഹീറോ ദേഷ്യത്തിൽ നിന്റെ മോന്തയിൽ എന്താടോ കണ്ണില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇതിപ്പോൾ എൻ്റെ ഭാഗത്താണോ തെറ്റ്, നിങ്ങൾ ഇടം വലം നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് എന്നെ കുറ്റം പറയുന്നു. അതിന് ഹീറോ നീ കൂടുതൽ വിളച്ചിലൊന്നും എടുക്കണ്ട, ഇതാണ് വൺ വേ, അവിടെ നിന്ന് ഇങ്ങോട്ടേ വണ്ടികൾ വരാൻ പറ്റൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടികൾക്ക് പോകാൻ പറ്റില്ല. എന്നാൽ ഭാര്യ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങളുടെ ഭാഗത്തുകൊണ്ട് തെറ്റ്, എൻ്റെ കെട്ടിയവൻ്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്, ഇപ്പം നമുക്ക് ഇവിടുന്ന് പിരിയാന്ന് പറഞ്ഞ് കെട്ടിയവനായിട്ട് വന്ന കാറിൽ കയറും. ഈ ഒരു സീനിനും ഈ സിനിമയിൽ ഒരു പ്രത്യേകതയുണ്ട്. കാറിൽ കയറി ഇരുന്നാൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ശരിക്കും കേൾക്കേണ്ടതാണ്. എന്നാൽ റിയൽ ലൈഫിൽ ഒരാൾ കാറിൽ കയറി ഇരുന്ന് സംസാരിച്ചാൽ നമ്മൾ എങ്ങനെയാണോ പുറത്തേക്ക് കേൾക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും കേൾക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അവർ സംസാരിക്കുന്ന ഒന്നും നമുക്ക് മനസ്സിലാവില്ല, അവർ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് വൈകുന്നേരം പതിവില്ലാതെ ഹീറോയാണ് മകനെ കൂട്ടാനായിട്ട് സ്കൂളിലേക്ക് ചെല്ലുന്നത്. അവനെയും കാറിൽ ഇരുത്തി വരുന്ന സമയത്ത് അവൻ പറയും എനിക്ക് സ്കൂളിലേക്ക് ഒരു കത്ത് വന്നിരുന്നു, ഇതാന്ന് പറഞ്ഞ് ഹീറോയുടെ കൈ കൊടുക്കും. എന്നാൽ ആ കത്തും ഹീറോക്ക് വന്ന പോലെ തന്നെയുള്ള ഒരു കത്താണ്. ഈ ഒരു പരിപാടി ഈ വീഡിയോ ടൈപ്പ് അയച്ചു കൊടുക്കുന്ന ആൾ ചെയ്തൊരു പണിയാണിത്. അതേ സമയത്ത് മറ്റൊരു സീൻ കൂടെ നമുക്ക് കാണാൻ പറ്റും. വായിന്ന് ചോരയും ഒലിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ പയ്യൻ ഏതോ ഒരു വീടിനകത്തിരിക്കുന്നത്. അതെന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ പയ്യന്റെ ചിത്രങ്ങളാണ് ഈ കത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വായിൽ ചോരയും ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനെയാണ് ആ ചിത്രങ്ങളിലെല്ലാം വരച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ഹീറോയുടെ വീട്ടിൽ രാത്രി ഒരു പാർട്ടിയാണ്. ഹീറോയുടെ ഓഫീസിലുള്ള ആളുകളും ഹീറോയുടെ ഭാര്യയുടെ ഓഫീസിലുള്ള ആളുകളും എല്ലാവരും അവിടെ വന്നിരിക്കുന്നുണ്ട്. അതിലൊരാൾ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയ്ക്ക് ഈ കഥയിൽ വലിയ പ്രാധാന്യമുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അയാൾ വൈകുന്നേരം ഒരു പാർക്കിൽ കൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി ചോദിച്ചു എനിക്ക് നിങ്ങളെ പരിചയമുണ്ടല്ലോ, നിങ്ങളുടെ മുഖം ഞാൻ എവിടെയോ കണ്ട് ഓർക്കുന്നു. അയാൾ അതിന് വഴിയില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അമ്മച്ചി അയാളോട് സീറ്റിലിരിക്കാൻ പറയും. പിന്നെയും ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും ഇപ്പോൾ മനസ്സിലായി, ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന എൻ്റെ നായയുടെ മുഖമാണ് നിങ്ങൾക്കുള്ളത്. ഇത് കേൾക്കുന്ന അയാൾ ദേഷ്യം പിടിച്ച് എഴുന്നേൽക്കും. എന്നാൽ ആ അമ്മച്ചിക്ക് മനസ്സിലായി ഇയാൾക്ക് ദേഷ്യം വന്നു എന്നുള്ള കാര്യം. നിങ്ങൾ കൂടുതൽ ദേഷ്യം പിടിക്കല്ലേ, കുറച്ച് ഇറക്കി വെക്കെന്ന് പറഞ്ഞ് അമ്മച്ചി വീണ്ടും അയാളെ സീറ്റിലിരുത്തി വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങും. എൻ്റെ നായ മരിച്ചു പോകുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 17-നാണ്. ഇത് കേൾക്കുന്ന അയാളൊന്ന് ഞെട്ടും, കാരണം അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഏപ്രിൽ 17-ആണ്. എന്നാൽ നിങ്ങളുടെ നായ എങ്ങനെയാണ് ചത്തുപോയെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും കഴിഞ്ഞ വർഷം ഞാൻ അവനെയായിട്ട് പാർക്കിലേക്ക് ഇറങ്ങിയതായിരുന്നു. പെട്ടെന്നാണ് ഒരു ട്രക്ക് വന്ന് അവനെ ഇടിച്ചു തെറിപ്പിച്ചത്. എന്നാൽ ആ ട്രക്ക് അവിടെ കൊണ്ടൊന്നും നിന്നില്ല, അവൻ്റെ ദേഹത്തുകൂടെ കയറ്റി ഇറക്കിയാണ് പോയത്. ആ ആക്സിഡന്റിൽ അവൻ്റെ തലക്കടി കൊണ്ടാണ് അവൻ മരിച്ചു പോയിട്ടുള്ളത്. ഇത് കേൾക്കുന്ന അയാളുടെ തലയിൽ കൈ വെച്ച് നോക്കിയപ്പോൾ അയാളുടെ തലയിലും അതേ ഭാഗത്തായിട്ട് ഒരു മുറിവ് കിടക്കുന്നുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന സ്ത്രീയോട് നിങ്ങൾ അവിടെയൊന്ന് കൈ വെച്ച് നോക്കണം പറഞ്ഞ് അവളുടെ കൈയെടുത്ത് അവൻ ആ ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അയാൾ നായ കുരയ്ക്കുന്ന പോലെ കുരയ്ക്കാൻ തുടങ്ങും. അത് കേട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും പേടിക്കും. അയാൾ ശരിക്കും അവരെ എല്ലാവരെയും പേടിപ്പിക്കാനായിട്ട് ചെറിയൊരു നമ്പർ ഇട്ട പരിപാടിയാണിത്. എന്തായാലും അത് കഴിഞ്ഞ് അവർ കുടുംബകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് ആരോ ബെല്ലടിക്കുന്ന ശബ്ദം. ഇത് കേൾക്കുന്ന ഹീറോക്ക് ചെറിയൊരു പേടിയുണ്ട്. ഈ ടേപ്പ് റെക്കോർഡർ ടീം എങ്ങാനും വന്നാണോ ഈ പരിപാടി ചെയ്യുന്നതെന്ന് വിചാരിച്ച് മെല്ലെ പുറത്ത് വന്ന് നോക്കുമ്പോൾ പുറത്താരെയും കാണുന്നില്ല. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആരാണ്ടായി മാതിരി പരിപാടികൾ ചെയ്യുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വാടാന്ന് ചോദിക്കും. എന്നാൽ ആരും വരുന്നൊന്നുമില്ല. തിരിച്ചു കയറി ഡോർ അടയ്ക്കാനായിട്ട് നോക്കുമ്പോഴാണ് ഡോറിനിടയിലേക്ക് എന്തോ ഒരു സാധനം പറന്ന് വീഴുന്നത്. അതെടുത്ത് നോക്കുമ്പോൾ പുതിയൊരു വീഡിയോ ടേപ്പ്. ആ ടേപ്പ് അവിടെ ഉണ്ടായിരുന്ന കോട്ടിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഹീറോ തിരിച്ച് അവരുടെ കൂടെ തന്നെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കും. എന്നാൽ അവർ ചോദിക്കും ആരാ വന്നിരുന്നതെന്ന്. ഹീറോ പറയും ആരെയും കണ്ടില്ല, ഞാൻ അതുകൊണ്ട് തന്നെ തിരിച്ചു പോന്നു എന്ന്. എന്നാൽ ഭക്ഷണം വിളമ്പാനായിട്ട് വരുന്ന ഭാര്യ ചോദിക്കും ആരും ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും നേരം നിങ്ങൾ എന്തിനാ അവിടെ നിന്നേ. ഹീറോ ഒന്നും തുറന്നു പറയില്ലേ എന്നുള്ള മട്ടിൽ ഭാര്യയെ തന്നെ നോക്കി നിൽപ്പുണ്ട്. എന്നാൽ ഭാര്യ എല്ലാവരോടും പറയും നിങ്ങളാരും ഒന്നും വിചാരിക്കേണ്ട, കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വീടിന്റെ വീഡിയോ തന്നെ ആരോ ടേപ്പ് റെക്കോർഡല്ലേ ഞങ്ങൾക്ക് അയച്ചു തരുന്നു, ആരാന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ബെല്ലടിച്ച് വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ വരെ ഞങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ല എന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ പറയും പോലീസിൽ അറിയിക്കാനായിട്ട് നിന്നതാണ്, പക്ഷെ ചെറിയൊരു ഡൗട്ട്, ഇതാരാ ചെയ്യുന്നതെന്ന് ചെറിയ എന്തെങ്കിലും ഒരു കാരണം അറിഞ്ഞാലല്ലേ കേസ് കൊടുക്കാൻ പറ്റൂ. എന്തായാലും എല്ലാവരും കാര്യം അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഞാൻ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ചെന്ന ആ ടേപ്പ് റെക്കോർഡർ എടുത്ത് ടി-വിയിൽ വന്നിടും. പക്ഷേ ഇത്തവണ സ്വന്തം വീടിന്റെ വീഡിയോ അല്ല വന്നിരിക്കുന്നത്. ആ ക്യാമറ ഒരു കാറിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അവരെങ്ങോട്ടോ പോവാണ്. കുറച്ച് അകലെ എത്തുമ്പോൾ ആ ക്യാമറ പെട്ടെന്ന് തിരിച്ചു കാണിക്കും. അതിൽ കാണുന്നത് ഹീറോ ജനിച്ചു വളർന്നിരുന്ന വീടാണ്. കൂടെ തന്നെ പുതിയൊരു ചിത്രം കൂടെ വന്നിട്ടുണ്ട്. ഒരു കോഴിയുടെ കഴുത്ത് വെട്ടിയിട്ട് കഴുത്തിൽ നിന്ന് ചോര പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞ് ഹീറോ നേരെ ചെല്ലുന്നത് ഹീറോ ജനിച്ചു വളർന്നിരുന്ന വീട്ടിലേക്കാണ്. ഹീറോ ഇപ്പം അമ്മയെ കാത്തിരിക്കുകയാണ്. അമ്മ ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അച്ഛനില്ല. അച്ഛൻ കുറച്ചു കാലം മുന്നേ തന്നെ മരിച്ചുപോയി. അമ്മയാണെങ്കിൽ പ്രായമായിട്ട് വളരെ ദീനശയ്യയിലാണ്. അമ്മയെ നോക്കാനായിട്ട് അവിടെ ഒരു നഴ്സ് കൂടെയുണ്ട്. ഹീറോയുടെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ അമ്മ ചോദിക്കും നീ എന്തിനാ വന്നേ, എന്തോ ഒരു കാരണമുണ്ടല്ലോ, നിന്റെ കൂടെ ആണെങ്കിൽ ഭാര്യയും ഇല്ല. ഒന്നുമില്ല, ഞാൻ വെറുതെ കാണാനായിട്ട് വന്നാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്നാലോ, കുറച്ചൊക്കെ പൂന്തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങി നോക്കിയൂടെ, കുറച്ചെങ്കിലും മനസ്സിനൊരു ആശ്വാസം ഉണ്ടായിരിക്കും. അതിന് അമ്മ ചോദിക്കും നിന്റെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഇല്ലേ, അതെല്ലാം നീ ഇവിടെ വന്നോണ്ട് മാറിയോ. ഇല്ലല്ലോ, അതുപോലെ തന്നെയാണ് നമ്മൾ പുറത്തു പോയാലും നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അമ്മ പറഞ്ഞത്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്തായാലും ഹീറോ സംസാരിച്ച് മെല്ലെ വിഷയത്തിലേക്ക് എത്തും. നിങ്ങൾക്ക് മജീദിനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഏത് മജീദ്, എനിക്ക് ഓർമ്മയില്ല എന്ന് അമ്മ
പറയും, നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് നിങ്ങൾ ദത്തെടുക്കാനായിട്ട് വിചാരിച്ചിരുന്ന ഒരു പയ്യനില്ലായിരുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കാൻ വെച്ചിരുന്ന ഏറ്റവും മോശം തീരുമാനം? അമ്മ പറയും, അതൊരു മോശം തീരുമാനമല്ലായിരുന്നല്ലോ, നിന്നെപ്പോലെ തന്നെ അവനെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അവനെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. നീ വീണ്ടും അവൻ്റെ എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും കണ്ടില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ നമ്മൾ കാണുന്നത് ഹീറോയുടെ പഴയൊരു ഓർമ്മയാണ്. പഴയതെന്ന് വെച്ചാൽ കുറച്ചധികം പഴയത്. ഹീറോ ജനിച്ചു വളർന്നിരുന്ന വീട്ടിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ ഹീറോയുടെ കൂടെ തന്നെ ഒരു പയ്യൻ കൂടെയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ വായന്ന് ചോര ഒലിപ്പിച്ചുകൊണ്ട് ഒരു പയ്യൻ നിൽക്കുന്നത്? അവനെയാണ് ഹീറോയുടെ തൊട്ടടുത്തായിട്ട് കാണുന്നത്. അവനൊരു കോടാലി എടുത്ത് കയ്യിലുണ്ടായിരുന്ന കോഴിയുടെ കഴുത്തിന് നോക്കിയിട്ട് ഒരൊറ്റ വെട്ട്, ആ കഴുത്തും മുറിഞ്ഞുകൊണ്ട് കോഴി അവിടെ കിടന്ന് പിടയും. അതേസമയത്ത് ആ പയ്യന്റെ മുഖത്തേക്ക് ചോരയും തെറിക്കുന്നുണ്ട്. അവൻ ആ കോടാലിയും എടുത്തുകൊണ്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ ചെറിയൊരു പയ്യൻ. ആ കോടാലി കൊണ്ട് അവൻ ഹീറോയെ ഒരൊറ്റ വെട്ടിയോ വെട്ടിയില്ലെന്ന് അറിയില്ല. അപ്പോഴാണ് മനസ്സിലാവുക ഹീറോ കണ്ടോണ്ടിരുന്നത് ഒരു സ്വപ്നമാണ്. ഹീറോ ഞെട്ടി എഴുന്നേൽക്കും. ഞെട്ടി എഴുന്നേറ്റതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് പുതിയൊരു വീഡിയോ ടൈപ്പ് വന്നിരിക്കുന്നത് കാണുക. അതെടുത്ത് ടിവിയിലിട്ട് നോക്കുമ്പോൾ ഇത്തവണയും സ്വന്തം വീടല്ല വന്നിരിക്കുന്നത്, മറ്റേതോ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. ആ സ്ഥലത്ത് കൂടെ ക്യാമറ പോയിട്ട് ഏതോ ഒരു റൂമിലേക്ക് കയറും. റൂമിലേക്കല്ല, ഏതോ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കയറും. അവിടെയുള്ള വരാന്തയിൽ കൂടെ നടന്ന് അവസാനം ഒരു റൂമാണ് കാണിക്കുന്നത്. ആ റൂം നമ്പർ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടാകാം. ഇതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ക്ലൂ ആണ് ഹീറോക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഹീറോ മാപ്പ് എടുത്ത് നോക്കും. അങ്ങനെ വീഡിയോയിൽ കണ്ടിരുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് അവർ ആ സ്ഥലം കണ്ടുപിടിക്കും. മാപ്പിൽ ആ സ്ഥലം കണ്ടുപിടിക്കും. ഭാര്യ ചോദിക്കും, നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? ഹീറോ പറയും, ഇനി വേണ്ട, നമ്മൾ ഒരു തവണ പോയതിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. ഇനിയും അങ്ങോട്ട് പോയാൽ ഇതെന്തെങ്കിലും പറ്റിക്കലാണെങ്കിൽ നമ്മൾ പിന്നെയും പെടാനാണ് പോകുന്നത്. അങ്ങനെ രണ്ടുപേരും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ പറയാ, എന്റെ സംശയം ചിലപ്പോൾ അവനായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഭാര്യ വന്ന് ചോദിക്കും, ആരാണ്? നിങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നത്? ഹീറോ ഒന്നുമില്ല, ചിലപ്പോൾ അവനല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. ഭാര്യ പറയും, ആരാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവന്റെ പേരൊന്ന് കേട്ടാൽ മതി. ചിലപ്പോൾ അവനായിരിക്കില്ല, എന്നെ കൊണ്ടത് പറയാൻ പറ്റില്ല എന്ന് ഹീറോ പറയും. അതിന് കെട്ടുകൾ ദേഷ്യപ്പെടും, നിങ്ങൾക്ക് ഇത്ര കാലമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്വഭാവം മാറ്റാൻ പറ്റിയില്ലേ? എന്നോട് ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെക്കുന്നത് തുറന്നു പറഞ്ഞൂടെ? എന്നാൽ ഹീറോ പറഞ്ഞ വാക്കിന്ന് ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. ഭാര്യ വീണ്ടും ചോദിക്കുമ്പോൾ ഹീറോ പറയും, എന്തായാലും നീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അവൾ ചോദിക്കും, അപ്പോൾ ഇതൊന്നും ഞാനുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? എൻ്റെ വീടിൻ്റെ വീഡിയോ അല്ല അയാൾ എടുത്ത് അയച്ചു തരുന്നത്. ഇപ്പോഴൊരു ബെല്ലടിച്ചാൽ എനിക്ക് പേടിയാണ് പോയി തുറന്നു നോക്കാനായിട്ട്. ആരെങ്കിലും വന്ന് കൊല്ലുമെന്നുള്ള പേടിയാണ്. രാത്രികളിൽ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. മകനെ ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇതൊന്നും ഞാനുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ, എന്നിട്ടാണല്ലോ എനിക്കിതെല്ലാം സംഭവിക്കുന്നത്. ഞാനുമായി ബന്ധപ്പെട്ടത് ഇവിടെ കറി ഉണ്ടാക്കി തരിക, ചോറുണ്ടാക്കി തരിക, ഇത് മാത്രമാണല്ലോ. ഭാര്യയുടെ ഈ ഒരു പ്രസംഗമൊക്കെ കേട്ട് ഒരു അലിവ് തോന്നുന്ന ഹീറോ, എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറയും. അത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ ഹീറോക്കൊരു കൗതുകം, ആ വീട്ടിൽ ആ റൂമിൽ ആരായിരിക്കുമല്ലോ താമസിക്കുന്നതെന്ന്. അപ്പം തന്നെ ആ സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചിട്ട് ആ റൂമിന്റെ വാതിൽ മുട്ടും. അപ്പം തന്നെ ഒരു വയസ്സായ ആൾ വാതിൽ തുറക്കുന്നുണ്ട്. നിങ്ങൾ ആരാന്ന് ചോദിക്കാൻ വായ തുറക്കെങ്കിലും അവർ പരസ്പരം നല്ലപോലെ കാണുമ്പോൾ മിണ്ടാതിരിക്കും. അത് ആരാന്ന് വെച്ചാൽ ഹീറോയുടെ സ്വപ്നത്തിൽ വന്ന് ഞെട്ടിക്കുന്ന, ഹീറോയുടെ അമ്മയ്ക്കും അച്ഛനും ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന, ദത്തുപുത്രനാക്കാൻ താല്പര്യമുണ്ടായിരുന്ന ആ പയ്യൻ മജീദ്, അവനാണത്. അവനെ പിന്നെ എന്തുകൊണ്ട് ഹീറോയുടെ മാതാപിതാക്കൾ ദത്തെടുത്തില്ല എന്ന് നമുക്കിപ്പോൾ അറിയില്ല, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. എന്തായാലും മകൻ ഹീറോയും ക്ഷണിച്ച് അകത്ത് കയറ്റി വാതിലടിക്കുമ്പോൾ ഹീറോ ചോദിക്കും, നിനക്ക് എന്താ വേണ്ട? പണാണോ? ഈ കളി ഇനി എങ്ങാൻ നിർത്തിക്കൂടെ? ഇതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. മജീദ് ചോദിക്കും, നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹീറോ പോക്കറ്റിൽ നിന്ന് ആ ചിത്രം അവന്റെ കയ്യിൽ എടുത്തു കൊടുക്കും. അത് കാണുന്ന മജീദ് അതും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കും. കുറച്ച് സമയം ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിന്നിട്ട്, നിന്നെ എനിക്ക് നേരി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് മജീദ് പറയും. അതിന് ഹീറോ, എനിക്ക് അതല്ല അറിയേണ്ടത്, നീ ഈ പരിപാടി എപ്പം നിർത്തൂ, അതാണ് എനിക്ക് അറിയേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം ഇതെവിടം വരെ എത്തുമെന്ന്. ഞാനിപ്പോൾ പഴയ പോലെയുള്ള ആ ശോഷിച്ചവനല്ല, എനിക്കിപ്പോൾ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹീറോ എഴുന്നേറ്റ് കുറച്ച് പിന്നിലേക്ക് മാറി നിന്ന് ഞാൻ എന്തിനും റെഡിയെന്ന മട്ടിൽ നിൽക്കുമ്പോൾ മജീദ് പറയും, നീ എന്ത് ചെയ്യാനാ? കൂടിപ്പോയാൽ എന്നെ ഒന്ന് കൊല്ലാൻ പറ്റും. എനിക്കാണെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല, നിനക്ക് അങ്ങനെയല്ല, നഷ്ടപ്പെടാൻ എന്തെല്ലാമോ ഉണ്ട്. എന്നാൽ ഈ സമയത്തും ഹീറോ ചോദിക്കുമ്പോൾ മജീദ് പറയുന്നത്, നിന്റെ വീട്ടിലേക്ക് വീഡിയോ ടാപ്പ് അയക്കുന്നതും ചിത്രങ്ങൾ അയക്കുന്നതും ഞാനല്ല, അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഇനിയും ഇവിടെ നിന്നിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാവുന്ന ഹീറോ പുറത്തിറങ്ങിയിട്ട് ഭാര്യയെ കോൾ ചെയ്യും. ഞാൻ ആ റൂം തിരഞ്ഞു പോയിരുന്നു, പക്ഷെ അവിടെ ആരും ഇല്ല. ഞാൻ അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിപ്പോഴും ഒരു സ്റ്റോർ റൂം ആക്കിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി അടുത്ത ദിവസമായിരിക്കുമ്പോൾ പുതിയൊരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. അതെടുത്ത് നോക്കുന്ന ഹീറോ ഞെട്ടും. തലേന്ന് മജീദിന്റെ വീട്ടിൽ ചെന്ന് അവനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ആ വീഡിയോ ടാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷമുള്ള കാര്യങ്ങളും ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഹീറോ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ കുറച്ച് സമയം മജീദ് ധൈര്യത്തോടെ അവിടെ ഇരിക്കും. പെട്ടെന്ന് അവൻ കരയാൻ തുടങ്ങും. അവനൊരു ചെറിയ കുഞ്ഞിനെ പോലെ ആർത്ത് കരയാൻ തുടങ്ങും. കെട്ടികൾ ചോദിക്കും, നിനക്ക് ഇയാളെ ഇല്ലായിരുന്നോ സംശയം? ഇപ്പം അതങ്ങ് മാറി കിട്ടിയില്ലേ? ആ പാവം പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഹീറോ ആദ്യം അവളോട് സോറിയാണ് പറയുക. കാരണം തലേന്ന് ആ റൂമിൽ പോയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല എന്നാണ് ഹീറോ പറഞ്ഞിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ വരുമെന്നുള്ള കാര്യം ഹീറോക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. ഇപ്പം അവളതെല്ലാം കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഹീറോ ആദ്യം അവളോട് ക്ഷമ ചോദിക്കും. എന്നാൽ അവളത് വലിയ കാര്യമാക്കില്ല. എന്നോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, അതൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഹീറോ പറയും, അവൻ്റെ പേര് മജീദ് എന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ജോലിക്ക് നിന്നവരായിരുന്നു അവൻ്റെ അമ്മയും അച്ഛനും. അതേസമയത്ത് പാരീസിൽ വെച്ച് അറബികളുടെ എന്തോ ഒരു
പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്നു. പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വന്നിട്ടില്ല. അവരെ കണ്ടുപിടിക്കാനായിട്ട് അച്ഛനും പാരീസിലേക്ക് വണ്ടി കയറി. എന്നാൽ അച്ഛനും കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മയും അച്ഛനും മജീദിനെ ദത്തെടുക്കാൻ വിചാരിച്ചു. പക്ഷെ ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവനെക്കുറിച്ച് ഇല്ലാ കഥകൾ അവിടെ പടച്ചു വിട്ടു. ആ ഇല്ലാ കഥകൾ എന്താണെന്ന് കെട്ടികൾ ചോദിക്കുമ്പോൾ ഹീറോ പറയും 6 വയസ്സിൽ നടന്ന സംഭവമാണ്, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു 6 വയസ്സുകാരൻ പയ്യൻ ഇല്ലാത്ത കഥകൾ എന്തെല്ലാം അവിടെ നിന്ന് കെട്ടിച്ചമയ്ക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ അന്ന് അവിടെ കെട്ടിച്ചമച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഹീറോ ഓഫീസിലെത്തുമ്പോൾ ബോസ് ഹീറോയെ വിളിക്കും. എന്തോ ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറയുന്നത്. തലേ ദിവസം ഓഫീസിലേക്കായിട്ട് ഒരു CD വന്നിരുന്നു പോലും, ഒരു ടാപ്പ് റെക്കോർഡർ വന്നിരുന്നു പോലും. അതിൽ ഹീറോയും മറ്റൊരാളും സംസാരിക്കുന്ന ദൃശ്യമാണ് അടങ്ങിയിരുന്നത്. അങ്ങേര് ഏത് വീഡിയോയുടെ കാര്യമാണ് പറയുന്നതെന്ന് വെച്ചാൽ തലേന്ന് ഹീറോക്ക് കിട്ടിയ അതേ വീഡിയോയുടെ കാര്യം തന്നെയാണ് അങ്ങേര് പറയുന്നത്. ഹീറോ പറയും അതൊരു വള്ളിക്കേസാണ്, അവൻ പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, എന്തോ അവന് ഞങ്ങളുടെ കുടുംബത്തോട് എന്തോ ഒരു പകയുണ്ട്, അതാണ് ഇപ്പോൾ അവൻ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ വീഡിയോയും ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നെ അയച്ചു തരും, അതിലെന്ത് സുഖമാണോ അവന് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം സംസാരിച്ചിറങ്ങാൻ നേരത്തെ ഹീറോ ആ ടേപ്പ് റെക്കോർഡർ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ചോദിക്കും. ബോസ് പറയും ആ വീഡിയോ ചുറ്റി തിരിഞ്ഞ് നിനക്ക് തന്നെ ഒരു ബാധ്യത ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് നശിപ്പിച്ച് കളഞ്ഞു. ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഹീറോ നേരെ ചെല്ലുന്നത് മജീദിൻ്റെ റൂമിലേക്കാണ്. അവിടെ ചെന്ന വാതിൽ മുട്ടെങ്കിലും ആരും വാതിൽ തുറക്കുന്നില്ല. ഹീറോ കുറേ സമയം വാതിൽ മുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴും ആരും വാതിൽ തുറക്കുന്നില്ല. അതേ സമയത്ത് ഹീറോയുടെ ഭാര്യയുടെ ബോസിന്റെ കൂടെ ഏതോ ഒരു കഫേയിലാണ് ഇരിക്കുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം പറയും. ഹീറോക്ക് ഇപ്പോൾ വിശ്വാസമില്ല, അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് മറച്ചു വെക്കുന്നുണ്ട്, എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കേൾക്കുന്ന ബോസ് കിട്ടിയ ചാൻസിന് അവളുടെ തല പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെക്കും. തെണ്ടിസ്റ്റ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അവൾ കീശന്നൊരു ടവലെടുത്ത് മൂക്കി ചീറ്റും. അന്നേരം അവൾ ചിരിക്കുന്നു, കള്ളി. അന്നേരം ബോസ് അവളുടെ കൈയെടുത്ത് കൈക്കൊരു മുത്തം കൂടെ കൊടുക്കും. വീണ്ടും തെണ്ടിസ്റ്റ്. ഇത് കാണുമ്പോൾ ചെറിയൊരു കാര്യം മനസ്സിലായി, അവർ തമ്മിൽ ചെറിയൊരു അവിഹിത ബന്ധമുണ്ട്. ഹീറോയുടെ കെട്ടിയോളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് സ്നേഹമൊന്നും കിട്ടുന്നില്ലെങ്കിൽ അതെവിടെന്നേലും കുറച്ച് കിട്ടുമ്പോൾ ആരായാലും അങ്ങോട്ട് പോവില്ലേ. അന്ന് കെട്ടിയോള് വീട്ടിലേക്ക് കുറച്ച് നേരം വൈകിയാണ് വരുന്നത്. ഹീറോ ചോദിക്കും നീ ഇത്രയും സമയം എവിടെയായിരുന്നു? അതിന് അവൾ പറയും എനിക്ക് പല കാര്യങ്ങളും ഉണ്ട്, അതിപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ മോൻ എവിടെയെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൾ പറയും അവൻ നിങ്ങളുടെ കൂടെയല്ലേ, ഇന്ന് ഞാൻ നേരം വൈകുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നതല്ലേ. രണ്ടുപേർക്കും മകൻ എവിടെയാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പേനിക്കായി നിൽക്കുമ്പോൾ ഹീറോ പറയും അവൻ്റെ കൂട്ടുകാരനൊന്ന് വിളിച്ചു നോക്ക്. കെട്ടിയോൾ അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു നോക്കുമ്പോൾ അവൻ പറയും വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നോ, വൈകുന്നേരം നിങ്ങളുടെ കൂടെ എങ്ങോട്ടോ പോകാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഇത് കേൾക്കുമ്പോൾ അവരൊന്നുകൂടെ പേടിക്കും. വൈകുന്നേരം അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവൻ്റെ റൂമിൽ പോയി ചെക്ക് ചെയ്ത് നോക്കും, അവൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ. എന്നാൽ അങ്ങനെ ഒരു കാര്യവും അവൻ അവിടെ എഴുതി വെച്ചിട്ടില്ല. ഇതുപോലെ വീഡിയോ വരുന്നൊരു സാഹചര്യത്തിൽ മകനെ മിസ്സായതുകൊണ്ട് തന്നെ അവർക്ക് സംശയം ഈ വീഡിയോ അയക്കുന്ന ആൾ എന്തോ അവനെ ചെയ്ത് കാണുമെന്നാണ്. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റിൽ അവൻ പെട്ടുപോയിട്ടുണ്ടാകും. അവരുടെ മനസ്സിൽ പല കാര്യങ്ങൾ ഓടി വരും. അവർ പേടിച്ചപ്പം തന്നെ പോലീസിൽ അറിയിക്കാനായിട്ട് ചെല്ലും. എന്നാൽ ഹീറോക്ക് മജീദിനെയാണ് സംശയമുള്ളത്. ആ ഒരു കാര്യം പോലീസുകാരോട് പറയുമ്പോൾ അവരപ്പം തന്നെ മജീദിന്റെ വീട്ടിലേക്കാണ് ചെല്ലുക. ഹീറോയും 2 പോലീസുകാരും കൂടെ അവിടെ എത്തിയിട്ട് വാതിലിന് പടപടാന്ന് മുട്ടുമ്പോൾ വാതിൽ തുറക്കും. എന്നാൽ ഇപ്പോൾ മജീദ് എല്ലാം കൂടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ പയ്യനാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് മജീദ് ഒരു പയ്യനായി പോയെന്ന് വിചാരിക്കേണ്ട, മജീദിന്റെ മകനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും പോലീസുകാർ അപ്പം തന്നെ അവനെ അറസ്റ്റ് ചെയ്തു. കൂടെ തന്നെ മജീദിനെ അറസ്റ്റ് ചെയ്തു. ഹീറോ അതേ സമയത്ത് കെട്ടിയോളെ വിളിച്ച കാര്യങ്ങളെല്ലാം പറയും. മജീദിനെയും കൂടെ തന്നെ അവന്റെ മകനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവന് മകനുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ അവനായിരിക്കും ഇതുമാതിരി വീഡിയോകളെല്ലാം പടച്ചു വിട്ട് നമുക്ക് അയച്ചു തരുന്നത്. എന്തായാലും മജീദിനെയും മജീദിന്റെ മകനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതേ സമയത്ത് വീട്ടിലെ കെട്ടികളുടെ ബോസും ബോസിന്റെ ഭാര്യയും കൂടെ വന്നിട്ടുണ്ട്. അവളെ ആശ്വസിപ്പിക്കാനാണ് അവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. പക്ഷേ ഭാര്യ പറയും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോയിക്കോളൂ, എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടെ പറഞ്ഞ് അയക്കാനായിട്ട് അവൾ ഡോറിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഹീറോ അകത്തേക്ക് കയറി വരുന്നത്. പോയ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കെതിരായിട്ടുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ അവരെ രണ്ടുപേരെയും പറഞ്ഞയക്കും. കെട്ടികൾ പറയും അങ്ങനെ അങ്ങ് വിട്ടാലോ, നമ്മൾ ഇപ്പം തന്നെ പേടിച്ച് മുള്ളിന്റെ മുനയിലാണ് നിൽക്കുന്നത്. ആരെങ്കിലും ഒരാൾ വന്ന് ബെല്ലടിച്ച വാതിൽ തുറക്കാൻ പേടിയാണ്. ഈ ഒരു സമയത്ത് അവരിങ്ങനെ ചെയ്താലോ? ഹീറോ പറയും അവർക്കെതിരായിട്ടുള്ള ഒരു തെളിവ് പോലും നമ്മുടെ കയ്യിലില്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങളെന്താ രണ്ടുപേരും വന്നിട്ട് പുറത്ത് നിൽക്കുന്നത്, അകത്തേക്ക് കയറി പോരാൻ പറയുമ്പോൾ ബോസ് പറയും ഞങ്ങൾ വന്നതായിരുന്നു, ഇപ്പൊ തിരിച്ചു പോവുകയാണ്. കെട്ടിയോളം പറയും ഞാനാണ് അവരോട് പോയിക്കോളാൻ പറഞ്ഞത്. ഹീറോ പറയും അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ രണ്ടുപേരെയും അകത്തേക്ക് കയറി വിളിക്കും. ഹീറോ പറയും എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ആദ്യം തന്നെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. അങ്ങനെ അടുക്കളയിൽ വന്നിട്ട് ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഹീറോ പൊട്ടിക്കരയുന്നത്. ഹീറോയുടെ മനസ്സിൽ ഇഷ്ടം പോലെ വിഷമങ്ങൾ കിടക്കുന്നുണ്ട്. മോനെ കാണാതായതിന്റെ വിഷമം പുറത്ത് കാണിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഭാര്യ കൂടെ വിഷമിച്ച് കരയാൻ തുടങ്ങും. അത് അവളെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഹീറോ അടുക്കളയിൽ വന്ന് കരയുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഉണ്ട് മകന്റെ കൂട്ടുകാരന്റെ അമ്മ മകനെയായിട്ട് വരുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ തലേന്ന് രാത്രി മകന്റെ കൂട്ടുകാരനെ ഭാര്യ വിളിച്ചപ്പോൾ മകൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ തന്നെയാണ് കൂട്ടുകാരനോട് പറഞ്ഞത് ഞാൻ ഇവിടെ ഇല്ലാന്ന് അമ്മയോട് പറയാൻ. എന്തിനാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിൽ ഇപ്പോഴുള്ള സാഹചര്യം അവൻ അറിയാം. അമ്മയും അച്ഛനും ഇപ്പം നല്ലപോലെയല്ല ജീവിക്കുന്നത്. രണ്ടുപേരും എപ്പോഴാണ് തെറ്റാന്ന് പറയാൻ പറ്റില്ല. അവർ തമ്മിലുണ്ടായിരുന്ന തർക്കം കൂടി വന്നപ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. കൂട്ടുകാരൻ്റെ അമ്മയാണെങ്കിൽ ഒരു നഴ്സാണ്. അവർക്കന്ന് രാത്രിയായിരുന്നു ജോലി. അവർ ജോലിക്ക് പോയതുകൊണ്ട് തന്നെ മകൻ അവിടെ ഉണ്ടായിരുന്ന കാര്യം, ഹീറോയുടെ മകൻ അവിടെ ഉണ്ടായിരുന്ന കാര്യം അവരും അറിഞ്ഞില്ല. എന്തായാലും അമ്മ അവനെയും കൂട്ടിയിട്ട് അടുത്ത റൂമിൽ
റൂമിൽ വന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിക്കും. അതിൻ്റെ കാരണം നമുക്കറിയാം, പക്ഷെ അമ്മ അറിയാത്ത പോലെയാണ് ചോദിക്കുക. അവനും ഈ ഒരു കാര്യം അറിയാം, അമ്മ അറിഞ്ഞിട്ടും അറിയാത്ത പോലെയാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നതെന്ന്. എന്നാൽ പെട്ടെന്ന് അമ്മ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം അവൻ ചോദിക്കും, നിങ്ങളും നിങ്ങളുടെ ബോസുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അമ്മ ഇത് കേൾക്കുമ്പോൾ ആദ്യം പേടിക്കും, പിന്നെ പറയും ഞങ്ങൾ തമ്മിൽ വേണ്ടാത്തൊരു ബന്ധമില്ല, ഞങ്ങൾ കൂട്ടുകാരാണ്, നിന്റെ അച്ഛൻ്റെയും എൻ്റെയും കൂട്ടുകാരനാണ് ബോസ്. എന്നാൽ അവൻ ഇതെല്ലാം കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ അമ്മ വീണ്ടും അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അവൻ അമ്മയും തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് പോകും. എന്നാൽ അവൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അമ്മക്കും വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയൊരു പേടിയുണ്ട്. അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും കൂടിയാണ് മകനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തിരികെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചെല്ലുന്നത്. അവർക്കിപ്പോൾ നല്ലപോലെ പേടിയുണ്ട്. ജീവിതം വെച്ച് ഒരിക്കലും റിസ്ക് കളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവർ തന്നെയാണ് ഇനി മുതൽ മകനെ കൂട്ടാനായിട്ട് ചെല്ലുക. അടുത്ത ദിവസം ഹീറോയുടെ പരിപാടി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഹീറോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഏതോ ഒരു വലിയ എഴുത്തുകാരൻ്റെ കഥകളുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന്. വന്നിരിക്കുന്നതിൽ ആദ്യത്തെ ആള് ഞാൻ യോജിക്കുന്നു എന്നിട്ട് അതിനുള്ള കാരണങ്ങളെല്ലാം പറയും. രണ്ടാമത്തെ ആള് ഞാൻ യോജിക്കുന്നു പക്ഷെ യോജിക്കാതിരിക്കേണ്ട കുറച്ച് കാരണങ്ങളും അവൻ പറയും. എന്നാൽ ഹീറോ എഡിറ്ററോട് പറയുക അയാൾ യോജിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്ത് കട്ട് ചെയ്യാനാണ്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എതിർപ്പും ഇല്ലാതെ രണ്ടുപേർക്കും ഹീറോയോട് യോജിക്കുന്നു എന്നാണ് വരാൻ പോകുന്നത്. ഹീറോക്ക് അതാണ് വേണ്ടത്. അതേ സമയത്ത് തന്നെയാണ് ഹീറോയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. എടുത്തു നോക്കുമ്പോൾ മജീദാണ് വിളിക്കുന്നത്. നീ പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണ് പറയുക. ഹീറോക്ക് താല്പര്യമില്ല. അവൻ വിളിച്ചപ്പോൾ തന്നെ കോള് കട്ട് ചെയ്തതുകൊണ്ട് ഹീറോ കാര്യം എന്താണെന്ന് അറിയാനായിട്ട് ചെല്ലും. മജീദാണെങ്കിൽ ഹീറോയെ കാത്തിരിക്കുകയാണ്. ഹീറോയെ വിളിച്ച് അകത്ത് കയറി ചെന്ന് വാതിലടയ്ക്കുമ്പോൾ ഹീറോ വീണ്ടും ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്? കാശാണോ? അതാണെങ്കിൽ ഞാൻ തരാം. മജീദ് പറയും, എനിക്ക് കാശൊന്നും വേണ്ട, ഞാനല്ല നിന്റെ വീട്ടിലേക്ക് ഈ ടേപ്പ് റെക്കോർഡറുകളെല്ലാം അയക്കുന്നത്. പിന്നെ ഈ സമയത്ത് നീ ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കത്തി എടുത്ത് അവിടെ വെച്ച് എന്നെ കഴുത്തിന് അമർത്തി ഒരൊറ്റ വെട്ട്. ആ വെട്ടിൽ അപ്പം തന്നെ അങ്ങനെ മരിക്കും. ചോര ചീറ്റി തെറിക്കും. ഹീറോക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്വന്തം കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹീറോ അവിടെ സ്റ്റെക്കായി പോകും. എന്നാൽ മജീദിൻ്റെ കാര്യം ഇനി നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവൻ്റെ കഴുത്തിന് ആഴത്തിലാണ് വെട്ട് കൊണ്ടിട്ടുള്ളത്. അവൻ അവിടെ വീണിട്ട് അവൻ്റെ കഴുത്തിൽ നിന്ന് ചോര പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഹീറോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേ സമയം അവിടെ തന്നെ ഇരിക്കും. സന്ധ്യയാകുമ്പോൾ ആരോടും ഒന്നും അറിയിക്കാതെ ഹീറോ മിണ്ടാതെ അവിടെ നിന്ന് പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തും. നേരെ മേലെയുള്ള മുറിയിലേക്കാണ് ഹീറോ ചെല്ലുക. മുറിയിൽ കയറി റൂം അടച്ചിട്ട് ഭാര്യയെ കോൾ ചെയ്യും. പെട്ടെന്ന് തന്നെ ഒന്ന് മേലേക്ക് വരണമെന്ന് പറയും. അവൾ മേലെ എത്തിയിട്ട് എന്താണ് കാര്യം, നിങ്ങൾ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, മജീദ് ആത്മഹത്യ ചെയ്തു. അവൻ എൻ്റെ മുന്നിൽ നിന്ന് കഴുത്തിന് ആഴത്തിൽ വെട്ടിയാണ് മരിച്ചത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഇതുവരെ നിങ്ങൾ അവിടെ എന്തെടുക്കായിരുന്നെന്ന് കെട്ടിയോളി ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ ഒന്നും എടുത്തില്ല, ഞാൻ അവിടെ തന്നെ കുറേ സമയം ഇരുന്നു. അവസാനം ആരെയും അറിയിക്കാതെ ഞാൻ തിരിച്ചു പോന്നു. എന്നാൽ പിന്നെ നിങ്ങൾക്കിത് പോലീസിലൊന്ന് അറിയിച്ചൂടെ? അതിന് ഹീറോ പറയുന്നത്, ഞാൻ പോലീസിൽ അറിയിച്ച അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഹീറോയുടെ തീരുമാനം നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കുക. ഇനി എന്ത് വരികയാണെങ്കിലും അവിടെ വെച്ച് കാണാമെന്നാണ് ഹീറോ വിചാരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ മുഖത്തു നിന്ന് പേടിയെല്ലാം തുടച്ചെറിഞ്ഞിട്ടാണ് ഹീറോ ജോലിക്ക് പോകുന്നത്. എന്നാൽ അവിടെ വെച്ച് മജീദിന്റെ മകൻ ഹീറോയുടെ അടുത്ത് വന്ന് പറയും, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിക്കാൻ നിന്ന കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകുന്ന ഹീറോക്ക് അറിയാം. അതുകൊണ്ട് പറയും, എനിക്കിപ്പോൾ തിരക്കാണ് മോനെ, എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാനുള്ള നേരമല്ല. അങ്ങനെ വന്ന് ലിഫ്റ്റിൽ കയറും. ഹീറോയുടെ മനസ്സിൽ ആ പൊല്ലാപ്പൊന്ന് പോയി കിട്ടിയല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ലിഫ്റ്റ് അടയാൻ നേരത്ത് അവൻ ലിഫ്റ്റിലേക്ക് കയറി വരുന്നത്. അവൻ എന്തായാലും ഒന്നിൽ രണ്ട് അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ, അതെന്തായാലും ഉറപ്പാണ്. ലിഫ്റ്റ് കയറി മേലെ എത്തിയിട്ട് ഹീറോ ഓഫീസിലേക്ക് കയറാൻ നേരം അവൻ വീണ്ടും പറയും, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. അന്നേരം ഹീറോ പറയുന്നത്, എനിക്ക് തിരക്കാണ്, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള സമയമില്ല, നീ പോ. അന്നേരം അവൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വെറുതെ പേടിക്കുന്നത്? ആർക്ക് പേടി? ഞാൻ നിന്നെ പേടിക്കണോ? പേടിക്കണ നീ പേടിച്ചിരുന്നോ? ഇനി മേലെ എൻ്റെ വീട്ടിലേക്ക് ഇതുപോലെ വീഡിയോ അയക്കാൻ നിന്നാ നിന്റെ കയ്യും കാലും ഞാൻ വെട്ടിക്കളയും. അവൻ ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് എന്താ ഇത്ര വൈരാഗ്യം? ഞാൻ എന്താ നിങ്ങളോട് ചെയ്തേ? അതിന് ഹീറോ, നീ എന്നോട് എന്താണോ ചെയ്തതെന്നോ? ഞങ്ങളുടെ വീടിൻ്റെ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്ത് അത് ഞങ്ങൾക്ക് തന്നെ അയച്ചു തരിക. ഇതെല്ലാം ചെയ്യാൻ നിന്റെ തന്തക്ക് അതിനുള്ള കഴിവില്ലാന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റൂ. ആ വീഡിയോ ഒരിക്കലും ഞാനല്ല നിങ്ങൾക്ക് അയച്ചു തന്നതെന്ന് അവൻ പറയുമ്പോൾ ഹീറോ പറയും, പിന്നെ ആരയച്ചു തരാൻ? നീ ഒന്ന് പോകുമോനെ, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഹീറോ ഓഫീസിലേക്ക് കയറി ചെല്ലും. എന്നാൽ മജീദിന്റെ മകൻ അവിടെ നിന്ന് പോകുമെന്ന് വിചാരിക്കെങ്കിലും അവൻ കുറച്ചു നേരം നോക്കി നിന്ന് ഡോറും തുറന്നിട്ട്, എനിക്ക് നിങ്ങളോട് സംസാരിച്ച് തീർന്നില്ല എന്ന് വിളിച്ചു പറയും. ദേഷ്യത്തിൽ ഹീറോ അവനെ പിടിച്ച് വാഷ്റൂമിലേക്ക് കൊണ്ടുചെന്ന്, നിനക്ക് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഞാൻ കേട്ടാൽ മതി, നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കാൻ നിൽക്കണ്ട. നിന്റെ തന്ത ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തന്തയുടെ കുഴപ്പം, അത് നീയാണ് സഹിക്കേണ്ടത്. വെറുതെ അതിലേക്ക് എന്നെ കൂടെ വലിച്ചിടാൻ നിൽക്കണ്ട. മജീദിന്റെ മകൻ പറയും, എനിക്കറിയാം, എൻ്റെ വാപ്പ അനാഥാലയത്തിലായെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളാണ്. നിങ്ങൾ കാരണമാണ് എൻ്റെ വാപ്പ അനാഥാലയത്തിൽ പോകേണ്ടി വന്നത്. എൻ്റെ വാപ്പയുടെ സന്തോഷം, വിദ്യാഭ്യാസം അതെല്ലാം നിങ്ങൾ ഇല്ലാതാക്കി. ഒരിക്കലും വാപ്പയെ പോലെ ഞാൻ ആയി പോകരുതെന്ന് വിചാരിച്ച് എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നു. നിങ്ങളോടുള്ള ദേഷ്യം അങ്ങനെയെങ്കിലും തീർക്കാനാണ് വാപ്പ എനിക്ക് വിദ്യാഭ്യാസം തന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നിങ്ങളുടെ ചെറിയ പ്രായത്തിലാണ് നിങ്ങൾ എൻ്റെ വാപ്പയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നത്. അതിൻ്റെ കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റില്ല, അവൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെല്ലാം കേൾക്കുന്ന ഹീറോ പറയും, നിന്റെ തന്തയുടെ ദാരിദ്ര്യ കേസൊന്നും എനിക്കറിയണ്ട, അതെല്ലാം നീ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി. ഇനി മേലെ എൻ്റെ വഴിക്കങ്ങാൻ വന്നാൽ നിന്നെ അടിച്ച് ഞാൻ തെറിപ്പിക്കും. അതും പറഞ്ഞുകൊണ്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവിടെ നിന്ന് നേരെ ചെല്ലുന്ന വീട്ടിലേക്കാണ്. 2 ഉറക്ക ഗുളിക എടുത്ത് കുടിച്ചിട്ട് ഭാര്യയെ വിളിച്ച് പറയും, നീ വരുന്ന സമയത്ത് ഒരിക്കലും എന്നെ വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ ഉറങ്ങായിരിക്കും. പോരാത്തതിന് ഇന്നൊരു വള്ളി കേസിനോട് സംസാരിച്ച്
അതിൻ്റെ തലവേദന എനിക്കുണ്ട്. ഇന്ന് നീ തന്നെയാണ് മകനെയും കൂട്ടേണ്ടത്. ഇന്നൊരു കാര്യത്തിന് എന്നെ നോക്കണ്ട. അങ്ങനെ വീടിൻ്റെ മേലെ കയറുന്ന ഹീറോ കർട്ടനെല്ലാം അടച്ച് ഡ്രസ്സെല്ലാം മാറ്റി വെച്ച് അവിടെ കിടന്നുറങ്ങും. അപ്പോഴാണ് പണ്ട് മജീദിനെ ഹീറോയുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടു പോയെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അന്ന് എന്തായിരുന്നു സംഭവിച്ചതെന്ന് വെച്ചാൽ ഹീറോ പല കാരണങ്ങൾ അവനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പല കാര്യങ്ങളും അമ്മയോടും അച്ഛനോടും പറഞ്ഞു. എന്നാൽ അവരതൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയുടെ അച്ഛൻ മജീദിനോട് ഒരു കോഴിയെ കൊല്ലാൻ പറയുന്നത്. ആ കോഴി ഒരു മെനക്കെട്ട കോഴിയായിരുന്നു, അതുകൊണ്ടാണ് കൊല്ലാൻ പോകുന്നത്. എന്നാൽ മജീദ് അതിനെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചോര തെറിച്ച് അവൻ്റെ വായിലായി. അതേ സമയത്ത് തന്നെ ഹീറോ കുടുംബ ഡോക്ടറോട് ചെന്ന് പറഞ്ഞു, മജീദിൻ്റെ വായിൽ നിന്ന് ചോര വരുന്നുണ്ട്, അവന് കാര്യമായിട്ടുള്ള എന്തോ ഒരു അസുഖമുണ്ട്. എന്നാൽ ആ സമയത്ത് അവനെ പരിശോധിച്ച കുടുംബ ഡോക്ടർ വിചാരിച്ചു അവന് കാര്യമായിട്ടുള്ള എന്തോ ഒരു രോഗം ബാധിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് വേറെ ഒരു വഴിയില്ലാഞ്ഞിട്ടാണ് അവനെ അനാഥാലയത്തിലേക്ക് അയക്കാനായിട്ട് തീരുമാനിച്ച്. പിറ്റേന്ന് രാവിലെ തന്നെ അനാഥാലയത്തിൽ നിന്ന് ആളുകൾ വണ്ടിയിൽ വന്ന് നിന്നു. ഹീറോയുടെ അച്ഛനും അമ്മയും കൂടെ മജീദിനെയായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ കുതിര അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ വന്നിരുന്ന രണ്ടുപേരും ഓടി ചെന്ന് അവനെ പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നാൽ ഹീറോയുടെ അച്ഛനും അമ്മയ്ക്കും ഇത് കണ്ടു നിൽക്കാനേ പറ്റിയില്ല. മജീദ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും അവൻ അവിടെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലമാണെന്ന്. എന്നാൽ അവരതൊന്നും നോക്കിയില്ല. വന്നവരതൊന്നും നോക്കാതെയാണ് അവൻ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയത്. അങ്ങനെ മജീദിനെയും കൊണ്ടുപോകുന്ന കാറ് കാണിച്ചുകൊണ്ട് കാഷെ എന്ന സിനിമ അവസാനിക്കുന്നു. ആരും എന്നെ തെറി പറയരുത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ വില്ലൻ ആരാന്ന് നമ്മൾ തന്നെയാണ് അവസാനം കണ്ടുപിടിക്കേണ്ടതെന്ന്. അവസാനം ഇതിപ്പോൾ ഹീറോയാണോ മജീദാണോ മജീദിൻ്റെ മകനാണോ വില്ലൻ എന്നുള്ള സംശയമാണിപ്പോൾ. സിനിമ കണ്ടു കഴിഞ്ഞാൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും. ഇനിയിപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായ ആളുകൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അവരെന്താ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.